Module 1 Introduction to Management. Functions of Management. The management of business or non-business organization has to perform various functions for the achievement of predetermined objectives. Many scholars on management have discussed the functions of management, but there is no unanimity among them regarding the managerial functions. Among those who try to analyze the functions of management, Henry Fayol's name is the most outstanding. According to him, to manage is to forecast and plan, to organize, to command, to coordinate, and to control. Thus, Fayol suggests the following 5 functions for management. That is, first one is forecasting, second, planning, third, organizing, then communicating, coordination, and control. So, ഇവിടെ ഹെൻറി ഫയോളിൻ്റെ ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് വരുന്നത് ഹെൻറി ഫയോളിൻ്റെയാണ്. പല ഓതേഴ്സും മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൻറി ഫയോളിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് മാനേജ് എന്നുള്ളതിൽ മെയിനായിട്ട് പറയുന്നത് ഫോക്കാസ്റ്റിംഗ് വരുന്നുണ്ട്, പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, കമാൻഡിങ് വരുന്നുണ്ട്, ദെൻ കോർഡിനേഷൻ, കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് ഫയോളുടെ ഡെഫിനിഷൻസ് അനുസരിച്ച് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ടാസ്കിൽ വരുന്നത്. അതുകൊണ്ട് ഫയോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ ഇങ്ങനെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വില്യം ഫോക്സ് ഡിസ്ക്രൈബ്സ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ആസ് ദ ഓർഗാനിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ 3 ഫങ്ഷൻസ്, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ്, ഇതിനെ 3നെയും വില്യം ഫോക്സ് എന്ന് പറയുന്ന ഓതർ ഓർഗാനിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ another authority in management, Mr. Gulick, gave a formula word to indicate the principal functions of management. According to him, management functions may be indicated by the word Podscope, wherein each letter indicates a particular function as mentioned below. First one is P, that is planning, O, organizing, D, directing, S, staffing, C, O, coordinating, then R, reporting, B, budgeting. അപ്പോൾ നെക്സ്റ്റ് ഓതറായിട്ടുള്ള മിസ്റ്റർ ഗുള്ളിക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ പോഡ്സ്കോപ്പ് എന്നുള്ള ഒരു കീ വേർഡായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പാൻഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. പോഡ്സ്കോപ്പിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ദെൻ സം സ്കോളേഴ്സ് ലൈക്ക് ഏണസ്റ്റ് ഡെയിൽ മെൻഷൻ ഇന്നോവേറ്റിംഗ് ആസ് a separate function of management. According to them, management involves the planning and introduction of new schemes, systems, methods, goods and services. Innovation includes all these factors, but the need for innovation arises from the comparison of existing methods and procedures. അപ്പോൾ നെക്സ്റ്റ് ഓതറാണ് ഏണസ്റ്റ് ഡെയിൽ. ഏണസ്റ്റ് ഡെയിൽ പറയുന്നത് ഇന്നോവേറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഏണസ്റ്റ് ഡെയിലിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് മാനേജ്മെൻറ്റിൽ പ്ലാനിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്കീംസ്, സിസ്റ്റംസ്, മെത്തേഡ്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പുതിയ സ്കീമുകൾ, പുതിയ സിസ്റ്റംസ്, പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസ് ആഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു സെപ്പറേറ്റ് ഫംഗ്ഷനാണ് എന്നാണ് ഏണസ്റ്റ് ഡെയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇന്നോവേഷൻ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനിലെ എക്സിസ്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും റൂൾസും മെത്തേഡ്സും ഒക്കെ അനുസരിച്ച് വേണം നമ്മളത് ആഡ് ചെയ്യാൻ എന്നുകൂടെ പറയുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ജോർജ് ടെറി, ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ പ്ലാനിങ്, ഓർഗനൈസേഷൻ, മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ നെക്സ്റ്റ് ഓതറായിട്ടുള്ള ജോർജ് ആർ ടെറി ഓതറിൻ്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും വെച്ച് നമ്മൾക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് മെയിൻ ഫങ്ഷൻസ്, ദെൻ സബ്സിഡിയറി ഫങ്ഷൻസ്. മെയിൻസ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ, മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ. ദെൻ ഇതിന് സബായിട്ട് വരുന്ന സബ്സിഡിയറി ഫങ്ഷൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇന്നോവേഷൻ. ദെൻ നമ്മൾക്കിനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വരുന്നത് പ്ലാനിങ്. പ്ലാനിങ് ഇസ് എ മോസ്റ്റ് ബേസിക് ഓർ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് പ്രിസൈഡ്സ് all other functions. Then planning involves determining the objectives and selecting the course of action to achieve them. It implies looking ahead and deciding in advance what is to be done, when and where it is to be done, and how and by whom it is to be done. Then planning എന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് പ്ലാനിങ്.
ഓക്കെ, പ്രൈമറി ഫംഗ്ഷനാണ്. ദെൻ അതുപോലെ തന്നെ പ്രിസീഡിങ് ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസിനെയും പ്രിസീഡ് ചെയ്യുന്ന, എല്ലാത്തിനും മുൻപ് ഫസ്റ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ്. പ്ലാനിങ്ങിൽ വരുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുക. ദെൻ ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെ ചെയ്താൽ നമ്മൾക്കത് അച്ചീവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. ദെൻ നമ്മൾക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് ലുക്കിംഗ് എഹെഡ്, ദാറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ് ആണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തന്നെ തീരുമാനിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണത് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ്. ദെൻ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് ചോയ്സ് ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദെൻ നമ്മൾ മുൻകൂട്ടി കാണണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്സ്, ഷെഡ്യൂൾസ് എക്സെട്ര ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മൾ ഫിക്സ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ അതിന് വേണ്ട പോളിസീസ്, പ്രോഗ്രാംസ്, എത്ര ബഡ്ജറ്റ് വേണം, ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ടൈം ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് പറയുന്നത് ലേയിങ് ഡൗൺ ഓഫ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. ഇനി ഏത് രീതിയിലാണ് നമ്മൾ ആ പ്ലാനുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടത്, അതിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏത് രീതിയിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് പെർഫോമൻസ് ഫിക്സ് ചെയ്യാനും ഈ ഒരു പ്ലാനിങ് ഫംഗ്ഷനിലാണ്. ദെൻ പ്ലാനിങ് enables an organization to do things in an orderly and efficient manner. ഓക്കെ, ഏതൊരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഏതൊരു കാര്യവും നമ്മൾ പ്ലാൻഡ് ആയിട്ട് ചെയ്താൽ നമ്മൾക്കത് എഫിഷ്യൻ്റ് ആയിട്ട് തെറ്റുകൂടാതെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് ഓർഗനൈസിങ്. Organizing is a process of establishing harmonious authority-responsibility relationship among the members of the enterprise. It is the function of creating a structure of duties and responsibilities. And organizing എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സായിട്ട്, ഫുൾ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സായിട്ട് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ദെൻ അവിടെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ അവിടെ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിനെയും കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഓർഗനൈസിങ് എന്ന് പറയുന്ന ടാസ്കിൽ വരുന്നതാണ്. ദെൻ ദ ഫംഗ്ഷൻസ് ഓഫ് ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ഓർഗനൈസിങ്ങിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമൈനിങ് ആൻഡ് ഡിഫൈനിങ് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു അച്ചീവ് ദ ഗോൾസ്. നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ദെൻ ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ടു കൺവീനിയൻറ്റ് യൂണിറ്റ്സ്. ഇനി നമ്മൾക്കത് അച്ചീവ് ചെയ്യാവുന്ന പറ്റുന്ന രീതിയിൽ ഓരോ ടാസ്കിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ആക്ടിവിറ്റീസിനെ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് കൺവീനിയൻറ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു സ്പെസിഫിക് പൊസിഷൻ ആൻഡ് പീപ്പിൾ. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ പൊസിഷനിലുള്ള ആൾക്കാർക്കും അവരുടേതായ പൊസിഷൻ അനുസരിച്ചുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡെലിഗേറ്റിംഗ് അതോറിറ്റി ടു ദ പൊസിഷൻ ആൻഡ് പീപ്പിൾ. ഇനി നമ്മൾ അവർക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തു, അതിൻ്റെ കൂടെ തന്നെ അത് ചെയ്യാനുള്ള അതോറിറ്റി അല്ലെങ്കിൽ പവർ കൂടെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ഡിഫൈനിങ് ആൻഡ് ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ പെർഫോമൻസ്. അവർ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ദെൻ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള അതോറിറ്റി അല്ലെങ്കിൽ പവർ കൂടെ കൊടുക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. Staffing is a process of filling all positions in an organization with qualified personnel. It includes a large number of activities like manpower planning, recruitment, selection, communication, participation, appraisal, counseling, training, compensation, dismissal, integration, and maintenance of employees. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഓർഗനൈസേഷനിലുള്ള പേഴ്സണൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. ഇതിൽ കുറേ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. മെയിനായിട്ട് വരുന്നത് മാൻ പവർ പ്ലാനിങ്. ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് വേണം, ഏതൊക്കെ കാറ്റഗറിയിൽ നമ്മൾ എംപ്ലോയീസിന് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ദെൻ റിക്രൂട്ടിങ്, അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. ദെൻ അതിൽ നിന്നും കറക്റ്റായിട്ട് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക. ദെൻ അവരായിട്ട് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഗോൾസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ പാർട്ടിസിപ്പേഷൻ, ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളിൽ അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ അപ്രൈസൽ, അവരുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യുക. ദെൻ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഓർഗനൈസേഷനായിട്ട് ആക്ടിവിറ്റീസ് കോപ്പപ്പ് ചെയ്ത് പോകാവുന്ന രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക.
ദെൻ ട്രെയിനിങ്, ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് ചെയ്യാവുന്ന രീതിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാവുന്ന രീതിയിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. ദെൻ കോമ്പൻസേഷൻ, അവർക്കുള്ള പേയ്മെൻറ്റ് പേ ചെയ്യുക. ദെൻ ഡിസ്മിസൽ, ഇൻ കേസ് അവരത് ഓർഗനൈസേഷന് സ്യൂട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്മിസലിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഇൻറ്റഗ്രേഷൻ, ഓർഗനൈസേഷനായിട്ടുള്ള ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ദെൻ മെയിൻ്റനൻസ് ഓഫ് എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും ബോണസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യുക. ഇത്രയാണ് സ്റ്റാഫിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. Directing is the executive function of management as it is concerned with the execution of plans and policies. It involves guiding, supervising, motivating, and leading the people towards the achievement of targeted programs. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ ഓർഗനൈസേഷനിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടുത്തെ എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഡയറക്റ്റിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഗൈഡിങ്, അവിടെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക. ദെൻ അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലീഡിങ്, അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡയറക്റ്റിങ്ങിലാണ് വരുന്നത്. ദെൻ ഡയറക്റ്റിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ സൂപ്പർവൈസിങ് പീപ്പിൾ അറ്റ് വർക്ക് ചെയ്യുന്നവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർ നല്ല രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുക. ദെൻ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ടു വർക്ക് ഫോർ സർട്ടൈൻ ഒബ്ജക്റ്റീവ്സ്, നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിൽ അവരെ നല്ല രീതിയിൽ അവരെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. Then establishing communication with the employees regarding plans and influencing the behavior of employees. Then ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ പ്ലാൻസും പോളിസീസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ അവർക്ക് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക? ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് സാലറി, ദെൻ അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എംപ്ലോയീസിന് അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കുക. ഓക്കെ. ദെൻ കോർഡിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷൻ. Coordination is the essence of management. It is the orderly synchronization of the efforts of subordinates for achievement of the goals of the organization. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എഫേർട്സിനെ ഒന്നിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഓർഗനൈസേഷൻ്റെ സിംഗിൾ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ. Then coordination consists of unifying the activities of different individuals and groups for the achievement of common objectives. നമ്മൾക്കറിയാം പല ഇൻഡിവിജ്വൽസാണ് ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്നത്. സോ അവരുടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് കോമൺ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാം. ദെൻ അതിൽ വരുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഇറ്റ് ഈസ് ആൻ ഓർഡർലി മാനേജ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് എഫേർട്സ്. ഓക്കെ, ഗ്രൂപ്പ് എഫേർട്സിന് അതായത് പല ടാസ്കുകൾ പെർഫോം ചെയ്യുന്നവരുടെ ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ഇറ്റ് ഇൻറ്റൻഡ് ടു സെക്യൂർ യൂണിറ്റി ഓഫ് ആക്ഷൻ ടുവേർഡ്സ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ഒരു കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസിനെ യൂണിഫൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ഇറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾക്കറിയാം ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും കോർഡിനേഷൻ ആവശ്യമാണ്. ദെൻ ഇറ്റ് ഈസ് എസെൻസ് ഓഫ് മാനേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ബെറ്റർ കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടാസ്ക് ആണ് മോട്ടിവേഷൻ. Motivation is a constructive force of management. A manager inspires the subordinates to do what he wants them to do through motivation. Motivation means inspiring the subordinates with the zeal to work for the accomplishment of objectives of the organization. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. സബോർഡിനേറ്റ്സിനെ എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കേണ്ടത് അത് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് മോട്ടിവേഷനിൽ വരുന്നത്. സബോർഡിനേറ്റ്സിനെ ഇൻസ്പയർ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിൽ അവരെ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫംഗ്ഷനാണ് മോട്ടിവേഷൻ. ദെൻ ഡിഫറെൻറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിവാർഡ്സ്. Some people prefer financial incentives while others prefer non-financial incentives like job security, job enlargement, freedom to work, etc. ദെൻ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള മോട്ടിവേഷണൽ ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കാം, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനും ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ആയിട്ട് വരുമ്പോൾ അവർക്ക് ബോണസോ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടോ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാം വർക്ക് ചെയ്യാനായിട്ട്. ദെൻ
നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ ജോബ് സെക്യൂരിറ്റി ലൈക്ക് ഇൻഷുറൻസസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ജോബ് സെക്യൂരിറ്റി കൊടുക്കാം. ദെൻ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവർ പെർഫോം ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ടാസ്കുകൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ഫ്രീഡം ടു വർക്ക്, ഒരു പെർഫെക്റ്റ് വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ളതാണ് ചിലർ പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷൻ ഇസ് കൺട്രോൾ. The function of control deals with taking corrective action if the result do not conform to the plans. അപ്പോൾ കൺട്രോൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾക്കവിടെ കൺട്രോൾ വേണ്ടത്. ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. ഓർഗനൈസേഷൻ്റെ പ്ലാൻസിനനുസരിച്ചല്ല നമ്മളുടെ ആക്ടിവിറ്റീസ് പോകുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ കൺട്രോൾ എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. According to Henry Fayol, control is verifying whether everything occurs in conformity with the plan adopted, instructions issued and principles established. ഓക്കെ, അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നേരത്തെ. ഓക്കെ, അതിനനുസരിച്ചല്ല നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ വേണം. ദെൻ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ല അവിടെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോൾ ആവശ്യമാണ്. ദെൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിനനുസരിച്ചല്ല ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിലും കൺട്രോളിങ് ആവശ്യമാണ്. ഓക്കെ, അതാണ് ഹെൻറി ഫയലിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ദെൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ ഇൻവോൾവ്സ് ഫോളോയിങ് സ്റ്റെപ്സ്. കൺട്രോളിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകളാണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഏതൊരു കാര്യവും നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് കമ്പയർ ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡേർഡ് ആവശ്യമാണ്, അല്ലേ? ആ സ്റ്റാൻഡേർഡിന് പുറകിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാളും ലോ ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലേ? അതുപോലെ സ്റ്റാൻഡേർഡിൽ കൂടുതലാണ് അല്ലെങ്കിൽ നോർമലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിങ്ങിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ കാര്യങ്ങൾ റെഗുലറായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ അപ്പോൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഇനി പെർഫോമൻസ് മെഷർ ചെയ്യുക. ഓക്കെ, പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് മെഷർ ചെയ്യുക. ദെൻ അപ്രൈസൽ ഓഫ് പെർഫോമൻസ്, ഇനി പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക. അവരുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ദെൻ ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഹാവ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. അതിനനുസരിച്ചുള്ള ആക്ഷൻ നമ്മൾ എടുക്കണം, മീൻസ് കൺട്രോൾ ചെയ്യേണ്ടത് അവിടെയാണ്. ഓക്കെ, ഇത്രയാണ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു 3 സബ്സിഡിയറി ഫങ്ഷൻസ് കൂടെ മാനേജ്മെൻറ്റിനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. Communication is the exchange of ideas, facts, opinions, or emotions by 2 or more persons. It helps in securing the largest possible participation or consultation in decision making, planning, and general administration. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 പേഴ്സൺസ് തമ്മിൽ അല്ലെങ്കിൽ 2 അതിലധികമോ ആൾക്കാർ തമ്മിൽ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഫാക്ട്സ്, ഒപ്പീനിയൻസ്, ഇമോഷൻസ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഡിസിഷൻ മേക്കിങ്ങിലും പ്ലാനിങ്ങിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലും ആവശ്യമാണ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ ഡെമോക്രാറ്റിക് ക്യാരക്ടർ ടു മാനേജറിയൽ പ്രോസസ് ആൻഡ് സ്ട്രെങ്തൻ ദ മൊറൈൽ ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ക്യാരക്ടർ ഉണ്ടാക്കാൻ, അതായത് നല്ല രീതിയിൽ കോർഡിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഓക്കെ, എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ഫീലിംഗ് വരും. അതിലൂടെ ഓർഗനൈസേഷനോടുള്ള ഒരു മൊറൈൽ അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. എ മാനേജർ ഹാസ് ടു ടേക്ക് ന്യൂമറസ് ഡിസിഷൻ. ഇറ്റ് ഹെൽപ്പ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ എൻ്റർപ്രൈസ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഒരു ചെറിയ ഡിസിഷൻ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും റുട്ടീനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് പെർഫെക്റ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസിഷൻ മേക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് ഇന്നൊവേഷൻ. നമ്മൾ പറഞ്ഞു ഇന്നൊവേഷൻ റിലേറ്റ്സ് ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിച്ച് ഇസ് എസെൻഷ്യൽ ഇൻ ദിസ് ഏജ് ഓഫ് കോമ്പറ്റീഷൻ. ബിഗ് ബിസിനസ് യൂണിറ്റ്സ് മെയിൻറ്റെയിൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടു കീപ് പേസ് വിത്ത് മോഡേൺ ടെക്നിക്സ്. ദെൻ ഇന്നൊവേഷനും വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്? ഒരു ഓർഗനൈസേഷന് ടെക്നോളജിക്കലി അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലും കസ്റ്റമേഴ്സിലും ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് കോമ്പീറ്റിംഗ് എൻവയോൺമെൻറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് അനുസരിച്ച് മൂവ് ചെയ്യാത്ത ഓർഗനൈസേഷൻസിന് ഒരിക്കലും എൻ്റർപ്രൈസിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ ഒരു ഓർഗനൈസേഷൻ്റെ ലാർജ് ലൈഫിന് എപ്പോഴും ഇന്നൊവേറ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്രയും ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. താങ്ക് യു.